2020 BJPയിലേക്ക് പോയി എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. പക്ഷേ സാബു ജേക്കബ് എന്ന മുതലാളിയുടെ കൂടെ പോകാൻ എത്രയാളുണ്ട് എന്നതിൽ ഒരു ധാരണയുമില്ല. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിക്കൊപ്പം നിൽക്കാനല്ല, മറിച്ച് സ്വതന്ത്രമായിട്ട് നിൽക്കാനാണ് 2020 ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ സാബു മുതലാളി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇതിനെ BJPയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു. സാബു ജേക്കബ് എന്ന കോർപ്പറേറ്റിന് ഭയക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അനധികൃതമായി ഉണ്ടാക്കിയ പണവും സ്വത്തുക്കളും പിടിച്ചെടുക്കാൻ ED എത്തുമെന്ന് അറിഞ്ഞതപ്പോഴാണ് കേന്ദ്രത്തിലെ BJP മാത്രമാണ് അഭയമെന്ന് കരുതി ആ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. പക്ഷേ കിഴക്കമ്പലവും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുമായ കുറച്ച് പഞ്ചായത്തുകൾ വലിയ വിഷമത്തിലാണ്. ഇങ്ങനെയൊരു കള്ളനെയാണല്ലോ ഇതുവരെ സംരക്ഷിച്ചത് എന്നവർ പശ്ചാത്തപിക്കുകയാണ്. കാരണം BJP ആണ് ലക്ഷ്യമെങ്കിൽ അത് അന്നേ ആകാമായിരുന്നു. ഇതിപ്പോൾ സാബു ജേക്കബിന്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കൈപ്പണിക്കാരായി ഈ പ്രദേശത്തെ 2020 പ്രവർത്തകർ മാറിയിരിക്കുന്നു. അതുകൊണ്ട് BJPക്കൊപ്പം പോകാൻ പ്രവർത്തകർ തയ്യാറല്ല. നല്ലൊരു ശതമാനം വോട്ടുകളും ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഉള്ളതാണ്. രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവരെ ചുട്ടുകൊല്ലുകയും മുസ്ലിങ്ങളെ അടിച്ചുകൊല്ലുകയും ചെയ്യുന്ന BJPക്കൊപ്പം പോകാൻ സാബു ജേക്കബ് പറഞ്ഞാൽ അങ്ങ് ഒറ്റയ്ക്ക് ഭാര്യയും വീട്ടുകാരെയും കൂട്ടി പോകേണ്ടി വരുമെന്ന് പ്രവർത്തകർ കട്ടായം പറഞ്ഞു കഴിഞ്ഞു. ഈ 2020 പ്രവർത്തകരെല്ലാം പൊട്ടിമുളച്ചവരല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരാണ്. അതിൽ തന്നെ കൂടുതൽ പേരും കോൺഗ്രസുകാരായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതാണ് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ കുന്നത്തുനാട് മണ്ഡലം കോൺഗ്രസിന് നഷ്ടമാകാനുള്ള പ്രധാന കാരണം. എന്നാൽ സാബു ജേക്കബിന്റെ ഈ BJPയിൽ പോകാനുള്ള തീരുമാനത്തോടെ വലിയ സന്തോഷത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. കാരണം പോയവരെല്ലാം തിരിച്ചു വരികയാണ്. എറണാകുളം DCC ഇടപെട്ട പഴയ പ്രവർത്തകരെല്ലാം തിരികെ എത്തിക്കുകയാണ്. കോർപ്പറേറ്റ് മുതലാളിമാരായ സാബുവിന് പറ്റിയ ഇടം BJP ആണെന്നും സാബു ജേക്കബിന് കച്ചവട താല്പര്യം മാത്രമാണുള്ളതെന്നും പറഞ്ഞ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിയന്ത്രിച്ചു വരികയാണ്. ഇതിലേറ്റവും പ്രധാനം പല പഞ്ചായത്തുകളിലും 2020 അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് 2020 അംഗങ്ങൾ BJPയിൽ പോകുന്നില്ല എന്നറിയിക്കുകയും കോൺഗ്രസിന്റെ ഭാഗമാവുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. അതിൽ ആദ്യത്തേത് റിപ്പോർട്ട് വന്നിരിക്കുന്നത് പുത്തൻകുരിശ് പഞ്ചായത്തിൽ നിന്നുമാണ്. പുത്തൻകുരിശിൽ 2020 അംഗങ്ങൾ UDFനെ പിന്തുണച്ചത് സ്വതന്ത്ര താല്പര്യത്തോടെയാണ്. ജയിച്ച ഒരാളും BJPയിലേക്ക് പോകില്ല എന്നും ആരും RSSന്റെ കൂടാരത്തിലേക്ക് പോകില്ല എന്നും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര പണം ചെലവഴിച്ചാലും അവരെ സാബുവിന് കൊണ്ടുപോകാനാകില്ല എന്നും കോൺഗ്രസ് നേതൃത്വം പ്രാദേശികമായിട്ട് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുവെന്നും ഷിയാസ് വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2020 പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നത് സാബുവിന്റെ കച്ചവടമാണ്. അതുകൊണ്ട് ഇതുവരെ 2020 നേടിയ ന്യൂനപക്ഷ വോട്ടുകളിൽ NDAക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പായ ദിവസമാണ് ഇന്നലെ. പല പ്രവർത്തകരും ഇതിനോടകം തന്നെ 2020 ബന്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്കുള്ള പ്രവാഹമായിരിക്കും എന്നുറപ്പിക്കുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങളാണ് കോൺഗ്രസും DCCയും ഒരുക്കിയിട്ടുള്ളത്.